عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയുമൊക്കെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എപ്പോഴും ഒരു വിശ്വാസി ഓർത്തിരിക്കേണ്ടുന്ന, അതല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുള്ള മരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, അല്ലാഹു തആല നമ്മീ ദുനിയാവിലേക്ക് പടക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. അതിലൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക എന്ന കാര്യമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു മനുഷ്യരെയും ജിന്നുവർഗങ്ങളെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പൂർണ്ണമായും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. എന്നാൽ പലപ്പോഴും ഈ ദുനിയാവിൽ ഭൂരിഭാഗം ആളുകളും, അതല്ലെങ്കിൽ ജനങ്ങളിൽ തന്നെ അധികം ആളുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഈ ദുനിയാവിൽ കിട്ടിയ നമ്മുടെ ആയുസ്, ഈ ഒരു ജീവിതം, ഇത് കേവലം ദുനിയാവിൽ തന്നെ തീർത്ത് കളയുക, അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ആ ഒരു സമയം മുഴുവൻ ഇവിടെ ആസ്വദിച്ച് തീർക്കുക, ഈ ഒരു നിലപാടിൽ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് ഭൂരിഭാഗം ആളുകളിലും കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് ദൈവ വിശ്വാസങ്ങൾ വേണ്ടതില്ല, അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു ആരാധ്യനെ നമ്മൾ തേടേണ്ടതില്ല, അതുമല്ലെങ്കിൽ ഒരു മനുഷ്യന് കിട്ടിയ ആയുസ്സിൽ കേവലം മൃഗങ്ങളെപ്പോലെ പൂർണ്ണമായ സ്വതന്ത്രത്തോടു കൂടി ഏതു രൂപത്തിലും ജീവിക്കാം. അതിൽ ഒരു പുരുഷനെ വിവാഹം ചെയ്യുന്ന കാര്യം, അതുപോലെ തന്നെ സ്ത്രീ ഒരു സ്ത്രീയിലേക്ക് ആകർഷണത്തോടു കൂടി ചെല്ലുക എന്നത്, ഇങ്ങനെ പല രൂപത്തിലും ദുനിയാവിൽ പല അഭിപ്രായത്തോടു കൂടി ജീവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ദുനിയാവിലേക്ക് നമ്മെ പറഞ്ഞയച്ചതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ. പടച്ച റബ്ബ് പറഞ്ഞ കാര്യം, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതല്ല. അപ്പം ഇതിൻ്റെ പുറകിൽ നമ്മുടെ സൃഷ്ടിപ്പിൽ കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. ഇനി കേവലം ദുനിയാവിൽ ജീവിച്ചു കുറച്ച് നാളൊക്കെ ഇവിടുത്തെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായി, അതിനുശേഷം അവൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയി, ഇങ്ങനെയല്ല. ഈ ആയത്തിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞ കാര്യം, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹുവിൻ്റെ അരികിലേക്ക് തന്നെ നിങ്ങൾ ഓരോ ആളുകളും മടക്കപ്പെടേണ്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് എല്ലാ ആളുകളും മടങ്ങി ചെല്ലേണ്ടവരാണ് എന്ന് കൃത്യമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും ഖുർആനിലൂടെ പറഞ്ഞു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതവും മരണവും നമുക്ക് രണ്ടും നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും അധികം നന്നായി അമലുകൾ ചെയ്യുന്നവരാരാണ് എന്നത് ഒരു പരീക്ഷണ അർത്ഥത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, ഇവിടെ നമ്മൾ നന്മകളും തിന്മകളും ഇടകലർത്തി ചെയ്യുന്നവരെന്ന നിലയിൽ തന്നെ തീർച്ചയായും ഈ ഒരു ദുനിയാവിലെ ജീവിതത്തിന് ശേഷം നമുക്ക് വരാനിരിക്കുന്ന മറ്റൊരു ലോകമുണ്ട്. ആ പരലോകമായി ബന്ധപ്പെട്ട ധാരാളം വിശദീകരണങ്ങൾ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ കരുതും ദുനിയാവിൽ ഇങ്ങനെ ശാശ്വതമായി ജീവിക്കാം, അതല്ലെങ്കിൽ ഒരു 50-60 വയസ്സ് വരെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ച് അതിനുശേഷം ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാം. അപ്പം അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയിലുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിയും.
എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും അതിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള പാഠങ്ങൾ അത് നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അല്ലാഹു തആലയിലേക്ക് കൂടുതലായി കൊണ്ടടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം അല്ലാഹു തആല മരണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്നത്തെ വിഷയം ഇത് തന്നെയാണ്. മരണവുമായി ബന്ധപ്പെട്ട് ഖുർആനിലൂടെ പറഞ്ഞ ധാരാളക്കണക്കിന് ആയത്തുകളുണ്ട്. അതുപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കിയാൽ അവിടെയും നിരവധി ഹദീസുകൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മരണം അത് ഏത് രൂപത്തിലായിരിക്കും, അതല്ലെങ്കിൽ ആർക്കൊക്കെയാണ് മരണം വന്നു ഭവിക്കുക. ഒന്നാമത്തെ കാര്യം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണം ആസ്വദിക്കും. ഈ മരണം ആസ്വദിക്കാതെ ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ജീവജാലങ്ങൾക്കും കഴിയില്ല. അള്ളാഹു ഈ ദുനിയാവിലേക്കൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് നിർബന്ധമായും അതിൻ്റെ മേലൊരു മടക്കവുമുണ്ട്. അത് ഈ ദുനിയാവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞു പോകുന്നൊരവസ്ഥ ഏതൊരു അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുമുണ്ട്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, എന്നിട്ട് മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞു അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ നൽകുന്നത്, അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്നത് ഖിയാമത്തിൻ്റെ നാളിലായിരിക്കും. അന്നത്തെ ദിവസം എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം കൃത്യമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ വ്യക്തമാക്കി തന്ന്, നന്മ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ സ്വർഗവും, ഇനി അതോടൊപ്പം തിന്മ ചെയ്യുന്ന, അതാണ് ഭൂരിഭാഗം ചെയ്തതെങ്കിൽ അതിന് പകരമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നരകവും നൽകും. അതും ഈ ആയത്തിലൂടെ പറഞ്ഞു ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, അതേപോലെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവർക്കാണ് വിജയം. ഈ വിജയിക്കുന്ന മാർഗം, അതല്ലെങ്കിൽ ഈ വിജയിക്കുന്ന കക്ഷികളിൽ ഉൾപ്പെടുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു കൂടിയിരിപ്പിൻ്റെ പോലും ലക്ഷ്യം. കാരണം നമ്മൾ വെറുതെ സമയം നഷ്ടപ്പെടുത്തി, ഒരു ദിവസം വലിയൊരു സമയം നഷ്ടപ്പെടുത്തി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് നമ്മൾ ഇതുപോലൊരു വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണം, ഈമാനികമായ നമ്മുടെ അവസ്ഥകൾ ഒന്നുകൂടി നന്നാക്കി തീർക്കണം. അതുപോലെ ഇതുപോലുള്ള കൂടിയിരിപ്പുകൾ സ്വാഭാവികമായിട്ടും നന്മകളിലേക്ക് കൂടുതലൊക്കെ അടുക്കാനും, അതേപോലെ തിന്മകളെ തൊട്ടൊരു ഭയം നമ്മുടെ മനസ്സിൽ വരാനും, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ ഒരു കാരണമായി തീരും. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരുമിച്ച് കൂടൽ പോലും. എങ്കിൽ മാത്രമാണ് അല്ലാഹു തആല പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും നരകത്തിയിൽ നിന്ന് വിമോചനം നൽകപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫഖദ് ഫാസ്, അവരാകുന്ന യഥാർത്ഥത്തിലുള്ള വിജയികൾ. എന്നിട്ട് അല്ലാഹു ഈ ദുനിയാവിനെ പറ്റി പറഞ്ഞു വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്ന ഒരു വിഭവം മാത്രമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു അവസ്ഥയും ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള ഒരു ആയുസ്സും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേവലം ദുനിയാവിൽ വെറുതെ ജീവിച്ചു തീർക്കാനല്ല, മറിച്ച് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഓരോ സമയങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേണ്ടുന്ന പോലെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, ഏതു രൂപത്തിൽ ഇസ്ലാമികമായി നമ്മൾ മുന്നോട്ട് പോകണം എന്നത് കൃത്യമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. ആ പ്രവാചകനിൽ നിന്ന് അത് കൃത്യമായി നേർക്ക് നേരെ പഠിച്ച സ്വഹാബികൾ, ആ സ്വഹാബികളിൽ നിന്ന് പിൽക്കാലക്കാർ, ഇങ്ങനെ ഓരോ കാലഘട്ടം കഴിയുന്തോറും കൃത്യമായി ഖുർആൻ നേർക്ക് നേരെ കേൾക്കാൻ സാധിച്ച ആളുകളാണ് സ്വഹാബികൾ. ആ സ്വഹാബികൾ അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം, ഇസ്ലാമികമായ രൂപത്തിൽ എങ്ങനെ ജീവിക്കണം എന്നത് കൃത്യമായി മുൻകഴിഞ്ഞു പോയ ആളുകളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഈ അമലുകളും നമ്മൾ ചെയ്യുന്ന നല്ല സൽപ്രവർത്തനങ്ങളുമൊക്കെയായി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരവസാന നിമിഷം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് എത്രത്തോളം നമ്മുടെ ആയുസ് നീട്ടി തന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ നമ്മുടെ റൂഹിനെ പിടികൂടുക. അതല്ലെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ജോലിയിൽ വ്യാപൃതനാകുന്ന സമയത്ത്, യാത്രകളിൽ, അതല്ലെങ്കിൽ കുടുംബമായി ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ, ഏത് സമയത്തും മരണമെന്ന് പറയുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് വൃദ്ധരായി, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ തൊലിയെല്ലാം ചുക്കിച്ചുളിഞ്ഞൊരവസ്ഥയിൽ അത്രയും മാറിയിട്ട് മാത്രമാണ് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമില്ല. മറിച്ച് ഏത് സമയത്തും മരണം നമ്മിലേക്ക് വരാം. അത് ഒരാൾക്ക് ഇത്ര ആയുസ്സുണ്ട് എന്ന് നമ്മുടെ മേൽ അറിയിക്കപ്പെട്ട ഒരു കാര്യമല്ല, ഏതു സമയത്തും മരണപ്പെടാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു
ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅ, അള്ളാഹുവിൻ്റെ അരികിലാകുന്നു അന്ത്യനാളിനെ പറ്റിയുള്ള അറിവ്. അതാർക്കറിയില്ല. അത് പ്രവാചകനോട് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അത് ഇന്ന ദിവസമായിരിക്കും നടക്കുക എന്ന് പറഞ്ഞതായി എവിടെയും ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് കൃത്യമല്ല. അതിനെപ്പറ്റിയുള്ള അറിവ് ആരുടെ കയ്യിലാണ്? അത് അല്ലാഹു തആലയുടെ കൈകളിലാണ്. വയുനസ്സിലുൽ ഗൈസ്, അതുപോലെ മഴ വർഷിപ്പിക്കുന്നവനും അള്ളാഹുവാണ്. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ളത് അറിയുന്നവനും അള്ളാഹുവാണ്. എന്നിട്ട് പടച്ചറബ് പറയുകയാണ് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ. ഇത് വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നാളെ നമ്മൾ എന്ത് നേടും എന്നതിനെപ്പറ്റി ഒരാൾക്കറിയില്ല. നമ്മൾ വിചാരിക്കും വളരെ പ്രയാസത്തിലാണ്, വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, നാളത്തെ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, അവരുടെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് അത് പരിപൂർണമായും അവരെ സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുക, അതല്ലെങ്കിൽ സ്വസ്ഥമായൊരു ജീവിതവുമായി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, നാളത്തെ എൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയില്ല. ഒരുപക്ഷെ നാളത്തെ ദിവസം ഇന്നത്തേതിനേക്കാൾ സമാധാനപരമായിട്ടുള്ളൊരു ദിവസമായിരിക്കും. അതല്ലെങ്കിൽ ഇന്ന് നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങൾക്കകം, അതല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ വളരെ വലിയ സമ്പത്തിൻ്റെ ഉടമകളായി മാറാനും ധാരാളം കാര്യങ്ങൾ നേടിയെടുക്കാനും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ സംഭവിക്കാതിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ബരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലാണ്. എൻ്റെ ഓരോ നിമിഷങ്ങൾ പോലും അള്ളാഹുവിങ്കലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. എന്നിട്ട് രണ്ടാമതായിക്കൊണ്ട് അള്ളാഹു തആല പറഞ്ഞു വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് എവിടെ വെച്ച് മരണപ്പെടും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ നാടുകളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നമ്മൾ എവിടെ വെച്ച് മരിക്കും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം ഭാര്യയെയും മക്കളെയും കാണണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകുന്നൊരു വ്യക്തിയായിരിക്കും. അതല്ലെങ്കിൽ ജീവിതം ധന്യമാകാൻ വേണ്ടി നമ്മുടെ നാടും വീടുമെല്ലാം വിട്ടൊഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ട് ഒരുപക്ഷെ അവിടെ വെച്ചായിരിക്കാം നമ്മൾ മരണപ്പെടുക. അത് നമുക്ക് പറയാൻ കഴിയില്ല. എവിടെ വെച്ച് മരിക്കും എന്നൊരിക്കലും നമുക്ക് പറയാനേ കഴിയുകയില്ല. പക്ഷെ എവിടെ വെച്ച് മരണപ്പെട്ടാലും ശരി, ആ മരണപ്പെടുന്ന സമയം എൻ്റെ മരണം നന്നായി തീരണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അതിന് മുന്നോടിയായി പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്സിനെ നല്ല പോലെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കും ചില ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ ഇവൻ ഇന്നലെ വരെ, അതല്ലെങ്കിൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു മണിക്കൂറിൽ തന്നെ എന്നോടൊപ്പം ചെലവഴിച്ചൊരു വ്യക്തിയാണ്, എങ്ങനെ അവൻ അവിടെ എത്തിയെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പലപ്പോഴും പല മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എങ്ങനെ അയാൾ അവിടെ എത്തി, എന്തുകൊണ്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു, ഇത്രയും ആരോഗ്യമുണ്ടായിട്ടും അതല്ലെങ്കിൽ ശരീരം നല്ല പോലെ നോക്കുന്നൊരു വ്യക്തിയായിട്ടും അവൻ്റെ ഭക്ഷണ ക്രമീകരണം പോലും നല്ല പോലെ ശ്രദ്ധിച്ചിട്ടും എത്ര പെട്ടെന്നാണ് അവൻ മരിച്ചത്, ഒരു രോഗം പോലുമില്ല, ഒരു പ്രയാസമില്ലാത്തൊരു വ്യക്തിയായിരുന്നിട്ടും എങ്ങനെ അവൻ മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന അവസ്ഥയിൽ മരിക്കണമെന്ന് പടച്ച റബ്ബ് നമ്മുടെ മേൽ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ മരണപ്പെടേണ്ടുന്ന സ്ഥലത്തേക്ക് പടച്ച റബ്ബ് നമ്മെ എത്തിക്കാതിരിക്കില്ല. ഒരുപക്ഷെ പല ആളുകളുടെയും മരണ വാർത്തകൾ കേൾക്കുമ്പോൾ അവരുടെ പ്രത്യേകിച്ച് അപകട മരണങ്ങളെ സംബന്ധിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്, എങ്ങനെയാണ് അദ്ദേഹം മരിച്ചു പോയതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇതുവരെ കുടുംബമായി നിൽക്കുകയായിരുന്നു, വീട്ടിലൊരു ചെറിയൊരു ആവശ്യത്തിന് പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് പോയ സമയത്ത് ഒരു വണ്ടി ആക്സിഡൻറ്റിൽ അയാൾ മരണപ്പെട്ടു. ഒരുപക്ഷെ അയാളുടെ കൂടെ സ്വന്തം ഭാര്യയോ മക്കളോ ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അവർക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ വ്യക്തി മാത്രം കൃത്യമായി മരണപ്പെടും. ഇത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത്ത്, ഒരാൾ മരിക്കണമെന്ന് പടച്ച റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ മേൽ വിധി നിർണയിച്ചു കഴിഞ്ഞാൽ, അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജ, അവൻ ഏതൊരു സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് പടച്ച റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഒരാവശ്യവുമായി അള്ളാഹു അവനെ കൊണ്ടെത്തിക്കും. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നമ്മൾ വിചാരിച്ച പോലെയല്ല, മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്ന സ്ഥലത്ത് വെച്ച് നീ മരിക്കണമെന്ന് പടച്ച റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരാവശ്യം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കും. ഒരാവശ്യം നമുക്കുണ്ടാകും. ഈ ആവശ്യവുമായി പുറപ്പെട്ട് എവിടെ വെച്ചാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അതേ സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്യുമെന്ന് കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്.
അതുവരെ സന്തോഷത്തോടുകൂടി കൂട്ടുകാരൊന്നിച്ച് യാത്ര ചെയ്ത് കൂട്ടുകാരൊന്നിച്ച് നല്ലപോലെ സംസാരിച്ച് ചെലവഴിച്ച് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരുടെ കൈകളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ശരീരം ഖബറിലേക്ക് വെക്കപ്പെടുക. നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യമില്ലാത്ത ഒരുപാട് രോഗമുള്ള വ്യക്തിയുടെ ചുമലിലേറ്റിയിട്ടായിരിക്കാം നമ്മുടെ ശരീരത്തെ ഒരുപക്ഷെ അള്ളാഹുവിൻ്റെ ആ മസ്ജിദിനടുത്ത് കിടക്കുന്ന ഏതെങ്കിലും ഖബർസ്ഥാനുകളിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോവുക. ആ ഒരു രംഗം പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ വുദിഅത്തിൽ ജിനാസ, ഒരു ജനാസയെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ വഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, അങ്ങനെ അവിടെയുള്ള പുരുഷന്മാരെന്ത് ചെയ്യും? ഇയാളുടെ ഈ ശരീരവുമായി ജനാസയുമായി അതിൻ്റെ കട്ടിലിൽ കിടത്തി അവർ അവരുടെ ചുമലിലേറ്റി കൊണ്ടുപോകും. ഫഇൻ കാനത് സ്വാലിഹതൻ, ആ കൊണ്ടുപോകുന്ന മയ്യത്ത് സ്വാലിഹായ ഒരു വ്യക്തിയാണ് എങ്കിൽ ഖാലത് ഖദ്ദിമൂനി, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പെട്ടെന്ന് ആ ഖബറിലേക്കൊന്ന് കൊണ്ടുപോകൂ എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. വഇൻ കാനത് ഗൈറ സ്വാലിഹത്തിൻ, ഇനി അവൻ ഒരു സ്വാലിഹല്ല, അവൻ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് ധാരാളമായി തിന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും യാ വൈലഹ ഐന യദ്ഹബൂന ബിഹാ, എന്തൊരു നാശമാണ്, നിങ്ങൾ എന്നെ എവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് അവരിങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിന്റെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം യസ്മഉ സൗതഹ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, ഈ ശബ്ദം മനുഷ്യരല്ലാത്ത എല്ലാ സൃഷ്ടികളും എല്ലാ പടപ്പുകളും ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. വലൗ സമിഅഹു ലസഇഖ, ഇനി ഏതെങ്കിലും ഒരാൾ ഈ ശബ്ദമെങ്ങാനും കേൾക്കുകയാണ് എങ്കിൽ സ്വഇഖ, അവൻ ബോധരഹിതനായി പോകും. ഈ ശബ്ദം ഒരാൾക്കും കേൾക്കാൻ കഴിയില്ല. എന്നാൽ ഈ മയ്യത്ത് വിളിച്ചു പറയുന്ന ഈ ഒരു ശബ്ദം അത് അള്ളാഹുവിന് പല സൃഷ്ടികൾക്കും കേൾക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തരികയാണ്. ഇത്തരമൊരു അവസ്ഥ ഏതൊരു മനുഷ്യനും നേരിടേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരം ഈ പറയപ്പെട്ട പോലെ ഒരു മയ്യത്തും കട്ടിലിൽ കൊണ്ടുപോയി പുരുഷന്മാർ അവരുടെ ചുമലിലേറ്റി പള്ളിക്കബറിലേക്ക് കൊണ്ടുപോകും. നമ്മൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയണം, ഞാൻ ഈ ദുനിയാവിൽ എൻ്റെ ആയുസ്സിൽ അതല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓരോ ദിവസത്തിലും അള്ളാഹു തആല പറഞ്ഞ പോലെയുള്ള കർമ്മങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, പരമാവധി ഹറാമുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞെങ്കിലേ ഈ പറയപ്പെട്ട പോലെ എന്നെ വേഗം ആ ഖബറിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയണം, ഈ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് പറയുന്ന ആളുകളിൽ, അത്തരം സ്വാലിഹായ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയാൻ നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ഇനി ഒരാൾ ഖബറിലേക്ക് നമ്മുടെ ശരീരത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കേവലം അല്പം ചില സമയം നമുക്ക് വേണ്ടി നമ്മുടെ കൂട്ടുകാരും നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ആ ഖബറിൻ്റെ അരികിൽ വന്ന് നിൽക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിൽ നല്ലപോലെ കരഞ്ഞും ആത്മാർത്ഥമായി ഒരല്പം വല്ലാത്തൊരു അവസ്ഥയിൽ അവർ മാനസികമായ പ്രയാസത്തോടു കൂടിയൊക്കെ ആ ഖബറിൻ്റെ അരികിൽ നിന്ന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ സ്വന്തം നമ്മുടെ ഉപ്പമാർ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ. ഇവരൊക്കെ ആ സമയത്തുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഉണ്ടാകും. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, യഥാർത്ഥത്തിലൂടെ നമ്മുടെ ഈ മൻഹജിൽ നിലനിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈ പറയപ്പെട്ട പോലെ ധാരാളമായി നമുക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ ഒരു സമയം എത്ര സമയം ഉണ്ടാകും? കേവലം മിനിറ്റുകൾ മാത്രമേ ആ ഖബറിൻ്റെ അരികിൽ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇതിനുശേഷം എല്ലാവരും മടങ്ങും. ഓരോ ആളുകളും അവർ അവരുടെ ജോലിയിൽ വ്യാപൃതരാകും. എന്നാൽ അവരുടെ സ്വന്തം വീട്ടിലുള്ള, നമ്മുടെ സ്വന്തം വീട്ടിലുള്ള, ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുമാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ കുറച്ച് ദിവസം നമ്മളെ ഓർത്ത് കരയും. അവർ അവരുടെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒരല്പം പിന്നിലേക്ക് പോകും. നമ്മുടെ ഭാര്യമാരാണെങ്കിൽ അവർക്ക് നിശ്ചയിക്കപ്പെട്ടൊരു കാലയളവിൽ ഇദ്ദയിരിക്കും. നമ്മുടെ മക്കളാണെങ്കിലോ, ചെറിയ കുട്ടികളാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് മറക്കാനും എപ്പോഴെങ്കിലൊക്കെ ഓർക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഒരുപക്ഷെ എന്ത് ചെയ്യും? കാര്യങ്ങളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പഴയപടി ആളുകൾ അവരവരുടെ ജോലിയും തിരക്കുമായി മുന്നോട്ട് പോകും. എന്നാൽ പിന്നീട് ആ ഖബറിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വന്തം നേരിടേണ്ടുന്ന ഒരുപാട് വലിയ ഘട്ടങ്ങളുണ്ട്. മലക്കുകൾ കടന്നു വരും, നമ്മോട് ചോദ്യങ്ങൾ ചോദിക്കും. നിന്റെ റബ്ബാരാണെന്നും നിന്റെ ദീൻ ഏതാണെന്നും നിന്റെ റസൂൽ ഏതാണെന്നും ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ദുനിയാവിൽ വെച്ച് ഖുർആനും ഹദീസും
കൃത്യമായി പഠിച്ച ആളുകൾക്ക് മാത്രം അതിന് സാധിക്കുകയുള്ളൂ. അപ്പം അതിന് മുന്നോടിയായി ഈ മരണം എന്ന് പറയുന്ന ഈ ഒരു സംഗതി, അതല്ലെങ്കിൽ പ്രവാചകൻ വളരെ ഗൗരവപൂർവം സ്വഹാബത്തിന് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത മരണം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ വിശാലമായ രൂപത്തിൽ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധമായി നടക്കുന്ന മയ്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിനുശേഷം വരാനിരിക്കുന്ന ബർസഖിയായ ലോകം, ഇതൊക്കെ ദുനിയാവിൽ വെച്ച് പഠിച്ചെങ്കിൽ മാത്രമാണ് ഈ വരാനിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നന്നാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നമ്മുടെ മരണസംബന്ധമായ അവസ്ഥകൾ പടച്ചറബ് എളുപ്പമാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ മരണം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും ഒരു മനുഷ്യനും ഒരു പടപ്പിനും മാറി നിൽക്കാൻ കഴിയില്ല. അവൻ എവിടെയായിരുന്നാലും ശരി, എത്ര വലിയ സന്നാഹങ്ങളുമായി അവൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നവനാണെങ്കിലും ശരി, എത്ര വലിയ സഹായികൾ അവനുണ്ടെങ്കിലും ശരി, ഒരു കാരണവശാലും മരണത്തിൽ നിന്നും മാറി നിൽക്കാൻ അവനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ. കൊട്ടിയടക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിൽ നിങ്ങൾ മറഞ്ഞിരുന്നാലും ശരി, നിങ്ങളുടെ അരികിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരികയും നിങ്ങളുടെ റൂഹിനെ പിടികൂടുകയും ചെയ്യുമെന്ന് കൃത്യമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ജുമുഅയിൽ നമ്മൾ മനസ്സിലാക്കി, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആയത്തായിരിക്കും. പക്ഷേ ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന് അധികം ആളുകളും ചിന്തിക്കാതെ പോയൊരു കാര്യം. പലരും കരുതും നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് മാറിയിരുന്നാൽ, അതല്ലെങ്കിൽ ഇന്ന ഫുഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആയുസ് നീട്ടിക്കിട്ടും. ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. ചില രോഗങ്ങളൊക്കെ പല ആളുകൾക്കും വരുമ്പോൾ ആ രോഗം ഒരു കാരണവശാൽ എനിക്ക് വരില്ല, അതിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് സമയം എനിക്ക് ഉണ്ടായേക്കാം എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിന്നാൽ പോലും നമ്മൾ കരുതും അവിടെ പോയെങ്കിൽ മാത്രമാണ് മരണം സംഭവിക്കുക, പോകാതിരുന്നാൽ ഒരു പ്രശ്നമില്ല എന്ന് ആളുകൾ കരുതും. പക്ഷെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ ഏതൊരു കാര്യത്തിൽ നിന്നാണ് ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുന്നത്, ഏതൊരു കാര്യത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടാതെ പിന്തിരിഞ്ഞു മാറി നിൽക്കുന്നത്, സുമ്മ മുലാഖീകും ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂൻ ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്ന അല്ലാഹു തആലയുടെ അരികിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, ഖുൽ ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അവൽ ഖത്ൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. ഒരാൾ മരിക്കുമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ, അതല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുമെന്ന് കരുതി രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഒരിക്കലും ആ മരണം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയില്ല. ഒരുപക്ഷെ ഒരാൾ നമ്മെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ കടന്നു വന്നാൽ തൽക്കാലം നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിന്നാൽ തൽക്കാലം അപകടത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. പക്ഷെ മരണം എന്ന് പറയുന്ന കാര്യത്തിൽ നിന്നും ഒരിക്കലും യാതൊരുവിധ രക്ഷയും നമുക്കുണ്ടായിരിക്കുന്നതല്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്തിൽ കാണാം, യഖൂലൂന ലൗ കാന ലനാ മിനൽ അംരി ശൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ. ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, കാര്യത്തിൽ നമുക്ക് വല്ല സ്വാധീനമുണ്ടായിരുന്നുവെങ്കിൽ നാം ഇവിടെ വെച്ച് ഒരിക്കലും കൊല്ലപ്പെടുമായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പ്രവാചകനോട് പറഞ്ഞു, ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം. അപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ സ്വന്തം വീടുകളിലായിരുന്നാൽ പോലും കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ തങ്ങൾ മരിച്ചു വീഴുന്ന സ്ഥാനത്തേക്ക് പുറപ്പെട്ടു വരുമായിരുന്നു. നിങ്ങൾ എവിടെ വെച്ച് മരിക്കണം എന്നത് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മാറിയിരുന്നെങ്കിൽ പോലും എത്ര വലിയ സ്വാധീനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാലും ശരി, ആ അവസ്ഥയിലേക്ക് പടച്ച റബ്ബ് നിങ്ങളെ കൊണ്ടുവരും എന്നതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ശാശ്വതമായി ഒരിക്കലും ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഏതൊരു വ്യക്തിയും മരണം അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. എല്ലാ ശരീരവും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ എല്ലാ ശരീരവും മണ്ണ് തിന്നുന്നൊരവസ്ഥ ഇവിടെ നമുക്ക് വരാതിരിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ് അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ.
നിനക്ക് മുമ്പ് ഒരു മനുഷ്യന് നാം അനശ്വരത നൽകിയിട്ടില്ല. അപ്പൊ പ്രവാചകനോട് പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ പറയുന്ന കാര്യമാണ്, നിനക്ക് മുമ്പ് ഒരു വ്യക്തിക്കും അനശ്വരമായ പൂർണ്ണമായി ദുനിയാവിൽ മാത്രം ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ പടച്ച റബ്ബ് നൽകിയിട്ടില്ല. ആരൊക്കെ ഈ ദുനിയാവിൽ വന്നു പോയിട്ടുണ്ടോ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാം നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം, ആ പ്രവാചകനെ പറ്റി 900 ചില്ലാൻ വർഷം അവിടുന്ന് പ്രബോധന രംഗത്തുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും വർഷം ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ പ്രവാചകന് അവിടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഏത് അമ്പിയാക്കളെ നോക്കിയാലും, മുൻകഴിഞ്ഞു പോയ ഏതൊരു മഹൽ വ്യക്തിത്വങ്ങളെ നോക്കിയാലും, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം കടന്നു വന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ആര് തന്നെ വന്നാലും ശരി, അവർക്കൊരു പരിധി അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ പരിധിക്കപ്പുറം, ആ ഒരു കാലയളവിനപ്പുറം ഒരാൾക്കും തന്നെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. വീണ്ടും അള്ളാഹു പറഞ്ഞു, അഫ ഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ, എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ അവർ നിത്യവാസികളായിരിക്കുന്നു. അപ്പോൾ നീ മരിച്ചിട്ടുണ്ട്, മുൻകഴിഞ്ഞു പോയ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ ആളുകളും ഇവിടെ ശാശ്വതമായി ജീവിച്ചിട്ടില്ല, നിനക്ക് ശേഷം വരാനുള്ളവരും ശാശ്വതമായി ജീവിക്കുന്നവരല്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് പല സ്വഹാബികൾക്കും പ്രവാചകന്റെ മരണം, വഫാത്ത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചകനെങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞാൽ അവരുമായി വളരെ ശക്തമായ രൂപത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾക്ക് പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ പ്രവാചകൻ മരിച്ചു എന്ന് പോലും, ആ ഒരു വാക്ക് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പോലും സ്വഹാബികൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയങ്ങളിലും എന്ത് വേണം, ഈ മരണം ഏത് സമയത്തും എന്നിലേക്ക് കടന്നു വരാം എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മരണത്തെ ധാരാളമായി ഓർത്താലുള്ള ശ്രേഷ്ഠത എന്താണ്? ഒന്നാമത്തെ കാര്യം, എപ്പോഴും നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടേയിരുന്നാൽ ഒന്നാമതായി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. ഒരു ഹറാമായൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുമ്പോൾ ഈ അടുത്ത നിമിഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവൻ എന്തായി, ആ തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ അവന് സാധിക്കും. അതുപോലെ തന്നെ ദുനിയാവുമായി ബന്ധപ്പെട്ട അമിതമായ സ്നേഹം മാറ്റിവെക്കാൻ അവന് കഴിയും. ദുനിയാവ് നമുക്ക് ആവശ്യമുണ്ട്, ദുനിയാവിൽ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ആ ദുനിയാവിലെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ പോലും ദുനിയാവുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള ജോലികളിൽ അവർ വ്യാപൃതരായിട്ടുണ്ട്. ഈ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും കാര്യമായ വിഭവങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്കറിയാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ പാടെ ദരിദ്രനായ ഒരു വ്യക്തിയാണെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആഗ്രഹമുണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെലവഴിക്കണം, പക്ഷെ കൈകളിലില്ല. എന്നാൽ എന്തെങ്കിലും നേടിയെടുത്തൊരു വ്യക്തിയാണെങ്കിലോ അവന് യഥേഷ്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനും സാധിക്കും. അപ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ദുനിയാവ് നേടുന്നതിലും നമുക്ക് അത് നേടാം, പക്ഷേ അത് മാത്രമാണ് യഥാർത്ഥ ലക്ഷ്യമായി ഒരാൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയൊരു പരാജയമായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ദുനിയാവിൽ ഒരു പരിമിതികൾ നമ്മൾ എപ്പോഴും ദുനിയാവിൻ്റെ വിഷയത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു മരണ ചിന്ത നമുക്കുണ്ട് എങ്കിൽ സ്വാഭാവികമായും ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം അത് നഷ്ടപ്പെടാനും ആവശ്യത്തിന് മാത്രമാകുന്നൊരവസ്ഥയിലേക്ക് മാറാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയ ആ ഒരു സമയം, അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, നമുക്ക് നൽകപ്പെട്ട ഒരു അജലുണ്ട്, ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അതിൽ നിന്നും പിന്നീട് എന്ത് ചെയ്യുന്നില്ല, പടച്ച റബ്ബ് പിന്തിക്കുന്നില്ല. നമുക്കൊരു ഇറക്ക് വെള്ളം കുടിച്ചിട്ട് അതല്ലെങ്കിൽ എൻ്റെ മേൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം അത് ഞാൻ ആസ്വദിക്കാതെ, നേടിയെടുക്കാതെ, അനുഭവിക്കാതെ ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞു പോവുകയില്ല. അത് ഒരുപക്ഷെ നിസ്സാരമായ കാര്യമായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ഹൃദയം കൊണ്ട് വിഭാവനം ചെയ്യാൻ പറ്റാത്തത്രയും നമുക്കൊരിക്കലും നേടിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം, അങ്ങനെയുള്ളൊരു കാര്യം അല്ലാഹു തആല നമ്മുടെ മേൽ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് നേടിയെടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ദുനിയാവിൽ നിന്നും മരണപ്പെട്ടു പോകുന്നതല്ല എന്ന് കൃത്യമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ, അങ്ങനെ അവരുടെ അവധി വന്നു കഴിഞ്ഞാൽ, നമുക്ക് നൽകിയ ഒരു സമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് എന്ത് ചെയ്യുന്നില്ല, ഒരു നാഴിക നേരം പോലും വൈകിക്കാൻ സാധിക്കുകയില്ല, ഒരല്പസമയം പോലും വൈകിക്കില്ല. ഇന്ന സമയത്ത് മരിക്കണമെന്ന് പടച്ച റബ്ബ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അപ്പുറത്തേക്ക് പോലും കടന്നു പോകുന്നില്ല. വലാ യസ്തഖ്ദിമൂൻ, നേരത്തെ ആകുന്നില്ല. നമ്മൾ കരുതും എൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയം ഒരു 70 വയസ്സായിരിക്കും, പക്ഷേ 65 അവൻ മരണപ്പെട്ടു പോയി.
അതല്ലെങ്കിൽ എൻ്റെ ആയുസ് തീർന്നുപോയി എന്ന് പറയുന്നൊരവസ്ഥയില്ല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചൊരു ആയുസ് ഇത്ര കാലയളവാണ് എന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിച്ച് തീർത്തിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഇത്തരത്തിൽ അവൻ്റെ കാലയളവ് കഴിയുകയും അവൻ്റെ റൂഹിന് പിടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് അവർ നടക്കുന്ന ചില വിലാപങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്. റബ്ബിർജിഊൻ ലഅല്ലി യഅമലു സാലിഹൻ, അല്ലാഹു നീ എന്നെ ഒന്ന് മടക്കണമേ എന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ പറയുന്നത്? ലഅല്ലി യഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിയിട്ടുള്ള ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. എൻ്റെ നമസ്കാരത്തിൽ എനിക്ക് വീഴ്ച വന്നു പോയിട്ടുണ്ട്. സുന്നത്തായ നമസ്കാരങ്ങളിലേക്ക് നോക്കിയാലും എനിക്ക് ഒരുപാട് കുറവുണ്ട്. ജനങ്ങളുമായി ഇടപഴകുന്ന വിഷയത്തിലും ഒരുപാട് ന്യൂനതകൾ എനിക്ക് വന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ തിരുത്താനും ഇതൊക്കെ നല്ല പോലെ നീ ഉദ്ദേശിച്ച രൂപത്തിൽ ചെയ്തു തീർക്കാനും പടച്ചറബ് എനിക്കൊന്ന് സമയം നൽകണേ എന്ന് അവൻ ഇങ്ങനെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അല്ലാഹു തആല ഒരൊറ്റ മറുപടി മാത്രമായിരിക്കും അവനോട് പറയുക. ഖാല കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, ഒരിക്കലുമില്ല, ഇത് നീ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനം മാത്രമാണ്. ഇതൊരിക്കലും നിനക്ക് ഇനി ഒരു മടക്കമില്ല, ഒരു നിമിഷം പോലും നിനക്കിനി കൂടുതലായി പടച്ചറബ് നൽകുന്നതല്ല എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പടച്ചറബ് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിങ്ങളുടെ സമയമാകുമ്പോൾ കൃത്യമായി നിങ്ങളെ മരിപ്പിച്ചു കളയും. പിന്നീട് നിങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അരികിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടേണ്ടതുമാണ്. ഈ പറയപ്പെട്ടതെല്ലാം മരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അജൽ, നമുക്ക് നൽകപ്പെട്ട സമയം, അതുപോലെ നമ്മുടെ മരണ സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ ആയുസ്, നമ്മുടെ അമൽ എത്രത്തോളം ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായും അവൻ്റെ ഉള്ളിൽ ഇതിനെപ്പറ്റിയൊന്നും ഒറ്റക്ക് മാറിയിരുന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു പേടിയുണ്ടാവും. ഒരുപക്ഷെ നമുക്കൊക്കെ ഇത്തരം അനുഭവങ്ങളുണ്ടാകും. രാത്രി ഒരല്പം വൈകി ഉറങ്ങാനൊക്കെ കിടക്കുമ്പോൾ ഒരുപക്ഷെ എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കും, ഈ രാത്രി ഈ ഉറക്കിലങ്ങാൻ ഞാൻ മരിച്ചു പോയാൽ ഇനി നാളെ നേരം വെളുത്ത് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരുപക്ഷെ സാധാരണ നിലയിൽ കൃത്യമായി അദ്കാറുകൾ ചൊല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി നമ്മൾ അദ്കാറുകളൊക്കെ ചൊല്ലും. കാരണം ഈ രാത്രിയിലെങ്ങാനും ഞാൻ മരിച്ചു പോയാലോ എന്നൊരു ചിന്ത നമുക്ക് വരുമ്പോഴാണ് ഇതുപോലുള്ള ദിക്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലായി കൊണ്ട് മടുക്കാറുള്ളത്. നമുക്കറിയാം, സൂറത്തുൽ മുൽക്ക് മാനി എന്ന പേരിൽ അറിയപ്പെട്ടൊരു സൂറത്താണ്. ആരെങ്കിലും അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന് ഖബർ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഹദീസുണ്ട്. ഇത് പലപ്പോഴും ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യാറില്ല. അധികം ആളുകളും ഇത്ര 30ഓളം ആയത്തുകൾ എങ്ങനെ ഞാൻ ഓതും എന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും സമയം നഷ്ടമാവില്ല, നല്ല ക്ഷീണമുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒഴിവാക്കും. നേരത്തെ ഈ പറയപ്പെട്ട മരണചിന്ത വന്നാലോ, ഇന്ന് ഞാൻ മരിച്ചു പോയാലോ, ഒരു ക്ഷീണമുണ്ട്, അതല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് മരണവുമായി ബന്ധപ്പെട്ടതിൽ അടയാളമാണോ എന്ന് കരുതി അതുവരെ ഓതാത്ത ഏതൊരു വ്യക്തിയാണെങ്കിലും അന്നത്തെ രാത്രിയിൽ ഇത് ഓതാതിരിക്കില്ല. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. കാരണം എല്ലാം നഷ്ടമായി കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട ആയത്തുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ഇനിയൊരു മടക്കമില്ല എന്നും ഇത് നിന്റെ അവസാന വാക്യമാണ് എന്നും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ ഈ വാക്യങ്ങൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ഇതുപോലുള്ള ദിക്റുകളൊക്കെ നമ്മൾ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചിന്ത എപ്പോഴും എന്ത് വേണം, നമ്മുടെ ഹൃദയത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. എല്ലാ സമയങ്ങളിലും, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും ശരി, നമ്മുടെ കുടുംബമായി ഒന്നിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും ശരി, യാത്രയിലാണെങ്കിലും ശരി, വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ദിവസത്തിലും സന്ദർഭങ്ങളിലുമാണെങ്കിൽ പോലും നമ്മൾ എന്ത് വേണം, ഈ ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, നിങ്ങൾ ധാരാളമായി എല്ലാവിധ ആസ്വാദനങ്ങളെയും നിങ്ങളുടെ എല്ലാവിധ ആനന്ദങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യത്തെ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. യഅനിൽ മൗത്ത്, അതായത് മരണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവിധ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന, എല്ലാം നിശ്ചലമാക്കി കളയുന്ന ആ മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ചില സ്വഹാബികൾ അവർ ഖബർ പോലും വെട്ടി ആ രൂപത്തിൽ മരണത്തെ ഓർക്കാറുണ്ട്. ചില സ്വഹാബികൾ ഏതെങ്കിലും ഖബർസ്ഥാനിന്റെ അരികിലേക്ക് പോകുമ്പോൾ അവരുടെ ഹൃദയം ഭയപ്പാടോടുകൂടി കരയുന്നൊരവസ്ഥയിലേക്ക് അവർ പോകാറുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഖബർ കണ്ടാൽ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ടായിരുന്നു?
ധാരാളമായി കരയും. ചെറിയ കുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരയുന്നൊരവസ്ഥ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ പല സ്വഹാബികളും ചോദിക്കും, എന്തിനു വേണ്ടി ഇങ്ങനെ കരയുന്നു? കാരണം പരലോകത്തെ സംബന്ധിച്ച് കേട്ടാലോ, അതല്ലെങ്കിൽ മറ്റൊരു ലോകത്തെ സംബന്ധിച്ച് കേട്ടാലോ, സ്വർഗ നരകങ്ങളെ സംബന്ധിച്ച് കേട്ടാൽ പോലും ഇത്രയധികം കരയാറില്ല. എന്തുകൊണ്ട് ഈ ഖബർ കാണുമ്പോൾ ഇത്രയധികം കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ഇത് പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഇവിടം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് പരലോക സംബന്ധമായ കാര്യം ആരംഭിക്കുകയാണ്. ഈ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ വിജയവും പരാജയവും കാണിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്തിന് മുന്നോടിയായി എൻ്റെ അമലുകളെല്ലാം, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ ശരിയാക്കി തീർക്കേണ്ടതുണ്ട്. ആ ഒരു ഖബർ ജീവിതവുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ് എന്നെ കരയിക്കുന്നത് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വഹാബികൾക്ക് മുമ്പിൽ പറയാറുണ്ടായിരുന്നു. ചില ഹദീസിൽ കാണാം, ഇസ്തക്തിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഫഇന്നഹു മാ ദക്കറഹു അഹദുൻ ഫി ദയ്യിഖിൻ ഇല്ലാ വസഅഹു. ഇനി ആർക്കെങ്കിലും ഈ ഒരു മരണചിന്ത എപ്പോഴെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം എന്താണ്? അവന് വളരെ ഇടുക്കത്തോടു കൂടിയുള്ള ഒരു ജീവിതം, അങ്ങനെ പ്രയാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ ഒരു മരണചിന്ത അവന് വിശാലത നൽകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് പേടിയാണ്, ദുനിയാവിന്റെ കാര്യത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. നാളത്തെ കാര്യം എന്താണ് എന്ന ചിന്ത നമുക്ക് വരുമ്പോൾ ഒരൊറ്റ ചിന്ത മതി, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകേണ്ടവനല്ലേ എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്യും? ഈ ദുനിയാവിലെ പല ഞെരുക്കങ്ങളും വരാനിരിക്കുന്ന പരലോകത്തെ ഓർത്ത് അമലുകൾ ചെയ്യുന്നവരാണെങ്കിൽ അവന്റെ മനസ്സിൽ ഒരു വിശാലത അവൻ അനുഭവപ്പെടും. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ ദക്കറഹു ഫീ സഅത്തിൻ ഇല്ലാ ദയ്യിഖഹ അലൈഹി. അതുപോലെ തന്നെ വിശാലമായ ഏറെ സന്തോഷാവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത്, ആനന്ദത്തോടു കൂടി എല്ലാവിധ ആർഭാടങ്ങളിൽ ജീവിക്കുന്ന ഒരു സമയത്തും നമ്മൾ മരണത്തെ ഓർത്താൽ അതിലൊരു തൃപ്തിയടയാനും, നമ്മൾ ഇതൊക്കെ വിട്ടൊഴിഞ്ഞു പോകേണ്ടവൻ, ഇതൊന്നുമല്ല, വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു ലോകമാണ് എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ കാരണമായി തീരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വഹാബത്തിനെ വിളിച്ച് ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. അതുപോലെ ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞങ്ങളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള ഒരു സമയത്ത്, ഫി ജിനാസത്തിൻ, ഒരു ജനാസയെ അനുഗമിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫജലസ അലാ ഷഫീരിൽ ഖബർ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിന്റെ അരികിൽ വന്നിരുന്നു. ഒരു ജനാസയെ ആ സമയത്ത് ഖബറടക്കാൻ പോകുന്നൊരു സന്ദർഭമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അരികിൽ വന്നിരുന്നു. ഫബക, എന്നിട്ട് പ്രവാചകൻ ധാരാളമായി കരയാൻ തുടങ്ങി. ഏതുവരെ? ഹത്താ ബല്ലസറ, അവിടെയുള്ള മണൽ തരികൾ പോലും നനയുമാറ് അത്രയധികം ദീർഘമായി ഒരുപാട് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് കരഞ്ഞിരുന്നു. തുമ്മ ഖാൽ, എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതിനു വേണ്ടി, ഈ ഒരു ജീവിതത്തിന്, ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി, നിമിഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്വരുക്കൂട്ടിക്കൊള്ളട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പറഞ്ഞത്? കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ എത്ര ഖബർസ്ഥാനിന്റെ അരികിലൂടെ വാഹനത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ ആ പോകുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരുമായി നല്ലപോലെ സംസാരിച്ചും നമ്മുടെ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ഒക്കെ നല്ല ദുനിയാവുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ടും എപ്പോഴെങ്കിലും ആ ഖബർസ്ഥാനിന്റെ അരികിൽ നിർത്തി നമുക്ക് അസ്സലാമു അലൈക്കും എന്ന് ആ ഖബറാളികളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു സുന്നത്ത് അവിടെ നടപ്പിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിലേതെങ്കിലും, ആ ഖബർസ്ഥാനിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ എനിക്കുള്ള ഖബർ അവിടെ വരേണ്ടതാണല്ലോ എന്ന ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ബാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ മരിക്കുമ്പോൾ, നമ്മളുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സമയത്തുണ്ടാകുന്ന മാനസികമായ പ്രയാസം ഒരുപക്ഷെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും. അതല്ലെങ്കിൽ ഏതാനും ചില ദിവസങ്ങൾ മാത്രം ആ മരണചിന്ത നമുക്ക് നീണ്ടു നിൽക്കും. എന്നാൽ അതിനുശേഷം വീണ്ടും നമ്മൾ പഴയപടി പണ്ടെങ്ങനെ ജീവിച്ചിരുന്നോ അതേപോലെ വീണ്ടും മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എനിക്കും നാളെ ഇതുപോലൊരു 6 അടി മണ്ണ് ഈ ദുനിയാവിൽ എവിടെയെങ്കിലും പടച്ചറബ് നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ ഇടുങ്ങിയ ആ ഖബറിലേക്ക് എൻ്റെ ശരീരത്തെ വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ആ മലക്കുകളുടെ ആ ചോദ്യവും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി പറയാൻ പറ്റുമോ എന്ന ചിന്ത നമുക്ക് വേണം. പക്ഷെ പല ആളുകളും, അധികം ആളുകളും കരുതിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ
അവർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്, അവരുടെ കാര്യം ആര് നോക്കും എന്ന ചിന്തയോട് കൂടിയിട്ടായിരിക്കും അധികം ആളുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രയാസം തോന്നേണ്ട കാര്യമില്ല. അവർക്ക് പല രൂപത്തിലുള്ള സഹായങ്ങളുണ്ടാകും. അവർ പല രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ അള്ളാഹു തആലയാണ് നിശ്ചയിച്ചത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ അവസാനം ഇറക്കേണ്ടുന്നൊരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടല്ലാതെ ഈ ദുനിയാവിൽ നിന്നും നമ്മൾ വിട പറയുകയില്ല. ജീവിച്ചിരിക്കുന്ന നമ്മൾ മരണപ്പെട്ട് പിന്നീട് ജീവിച്ചിരിക്കുന്ന ആളുകളെ ഓർത്തിട്ടല്ല നമ്മൾ പ്രയാസപ്പെടേണ്ടത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അമലുകളും മാത്രമായിരിക്കും എന്ന ചിന്തയാണ് ഒന്നാമതായി നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ തക്സിബു ഗദാ, മാദാ തക്സിബു ഗദാ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് മുന്നൊരുക്കമാണ് ചെയ്തിട്ടുള്ളത്? ഇത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. വീണ്ടും അതേ ആയത്തിൽ വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഈ ആയത്ത് 2 പ്രാവശ്യം അള്ളാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞു. ഈ 2 പ്രാവശ്യവും തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞതിനിടയിൽ പറഞ്ഞ കാര്യമാണ് നാളേക്ക് നിങ്ങൾ എന്താണ് സ്വരുക്കൂട്ടിയിട്ടുള്ളത് എന്ന ചോദ്യവും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ ചോദിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു കാര്യം നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ബിൻ ഉമർ പറയാണ്, قال أخذ رسول الله صلى الله عليه وسلم بمنكبي فقال كن في الدنيا كأنك غريب أو عابر سبيل. ഈ ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? ഒരു അപരിചിതനെ പോലെ, ആർക്കും അറിയാത്ത ഒരാളൊരു നാട്ടിൽ വന്നാൽ അവനിങ്ങനെ യാത്ര ചെയ്യും, അവൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കും, അവനെ പോവും. ഇതേപോലെയാകണം നീ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അതല്ലെങ്കിൽ ആബിറു സബീൽ, അതുമല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ മാറട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാ, നിങ്ങളിൽ ആരെങ്കിലും വൈകുന്നേരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രഭാതത്ത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പൊ നമുക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആരോഗ്യത്തോടു കൂടി ഇന്ന് അസ്ർ നമസ്കാരത്തിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചു. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നമ്മൾ എത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയും? പറയാൻ കഴിയില്ല. എത്ര ആളുകൾക്ക് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരാൻ കഴിയും? നമുക്കൊന്നും പറയാൻ കഴിയുകയില്ല. അതാണ് സ്വഹാബികൾ പറഞ്ഞത്, നിങ്ങൾ വൈകുന്നേരത്തിൽ പ്രവേശിച്ചാൽ നിങ്ങൾ പ്രഭാതത്തെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അസ്ബഹ്ത, ഇനി പ്രഭാതത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ തൻതദിരിൽ മസാ, നിങ്ങൾ ഒരിക്കലും പ്രദോഷത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് മരണം നിങ്ങളിലേക്ക് എത്തിയേക്കാം. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, അതുകൊണ്ട് നിനക്ക് ആരോഗ്യമുള്ള സമയത്ത്, ഇപ്പൊ നമുക്ക് നല്ലപോലെ സുജൂദ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവിടെ മുട്ടെല്ലാം മടക്കി വെച്ച് കൃത്യമായി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്ന അത്തരം ഒരു സാഹചര്യത്തിലാണ്. ഇതുപോലെ നമുക്ക് യാത്രകൾ ചെയ്ത് പല സ്ഥലങ്ങളിലും ദീൻ പഠിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ട്. നമ്മുടെ ആരോഗ്യപരമായി ദീനിനു വേണ്ടി എന്തും പ്രവർത്തിക്കാനുള്ള സാഹചര്യം പടച്ചറബ് നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്. എന്നൊരു രോഗം വന്നാലോ, ശക്തമായൊരു രോഗം വന്നാലോ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ എങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചവനാണ്, എൻ്റെ ആരോഗ്യമുള്ള അവസ്ഥയിൽ എന്തെല്ലാം കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാം ഞാൻ യാത്രകൾ പുറപ്പെട്ടിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആരോഗ്യം അങ്ങ് നശിച്ചു പോയാലോ, ഒരു ഗ്ലാസ് വെള്ളം സ്വന്തമായൊന്ന് എഴുന്നേറ്റ് പോയൊന്ന് എടുത്ത് കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള എത്ര ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി രുചിയുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്, നിന്റെ ആരോഗ്യം, നിനക്ക് രോഗം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല പോലെ നീ ഉപയോഗപ്പെടുത്തണം. വമിൻ ഹയാതിക ലിമൗതിക്, നിന്നിലേക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ഹയാത്തുള്ള സമയം, ജീവനുള്ള നിന്റെ സമയം, അത് നീ നല്ല പോലെ ചെലവഴിച്ചു കൊള്ളട്ടെ എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ, സ്വഹാബത്തിനെ പോലെയുള്ള ആളുകൾ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ മരണത്തെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, മരണചിന്ത നമുക്കുണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ ഏതാനും ചില ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇമാം ദഖാഖ് റഹിമഹുല്ല പറഞ്ഞു, മൻ അക്സറ മിൻ ദിക്റൽ മൗതി അക്റമല്ലാഹു ബി സലാസതി അഷ്യാ, ആരെങ്കിലും മരണത്തെ സംബന്ധിച്ച് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിലൊന്നാമത്തെ കാര്യം തഅജീലു തൗബ, തൗബ നിങ്ങൾക്ക് നേരത്തെ ചൊല്ലാൻ കഴിയും. നമ്മളിങ്ങനെ കരുതും, ഇനി അടുത്ത റമദാനാകട്ടെ, അത് കഴിഞ്ഞ റമദാനാകട്ടെ, ഇന്ന ദിവസമാകട്ടെ, ഒരു വർഷം കഴിയട്ടെ, ഇത്ര വയസ്സാവട്ടെ എന്നിങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് മാറ്റിവെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തൗബയെ പിന്തിപ്പിക്കാതെ നേരത്തെ നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാകും. രണ്ടാമത്തെ കാര്യം വഖനാഅത്തുൽ ഖൽബ്, ഹൃദയത്തിൽ ഏതൊരു കാര്യത്തെ തൊട്ടും തൃപ്തിപ്പെടാൻ കഴിയും. എന്ത് കിട്ടിയാൽ ഇത് പോരാ, ഇത് ശരിയല്ല, എനിക്ക് ഇനിയും വേണ്ടതുണ്ട്, ഇത് എനിക്കൊരു തൃപ്തിയില്ലാത്തൊരവസ്ഥയാണ് എന്നൊരു
അവസ്ഥയും അവനുണ്ടാവില്ല. കാരണം മരണചിന്ത വന്നാൽ ഏത് കിട്ടിയാലും ഇത് മതി, ഉള്ളത് കൊണ്ട് എനിക്ക് ജീവിച്ചാൽ പോരെ, ഇതൊക്കെ എനിക്ക് എൻ്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ടവന് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ അവന് സാധിക്കും. മൂന്നാമത്തെ കാര്യം വനശാത്തിലെ ഇബാദ, അവൻ്റെ ഇബാദത്തുകളിൽ വ്യാപൃതനാകാൻ കഴിയും. ഒരു മടിയുമില്ലാതെ കൃത്യമായി 5 നേരവും അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ നമസ്കരിക്കാൻ കഴിയണമെങ്കിൽ ഈ പറയപ്പെട്ട മരണചിന്തയുണ്ടെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് സാധിക്കും എന്നതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് മുൻഗാമികളായിട്ടുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 3 കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, അതോടൊപ്പം അതിനെ തുടർന്ന് 3 കാര്യങ്ങൾ എന്നെ പൊട്ടിച്ചിരിപ്പിക്കുന്നുമുണ്ട്. എന്താണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം മുഅമ്മിറു ദുനിയ വൽ മൗതി യത്ലുബുഹു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ദുനിയാവിന് പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, ദുനിയാവിന് വേണ്ടി ഇങ്ങനെ പണിയെടുക്കുന്നു, ദുനിയാവിന് വേണ്ടി അവൻ ധാരാളം സമയം ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അവൻ അറിയുന്നില്ല വൽ മൗതി യത്ലുബു, അവന്റെ പിന്നാലെ മരണവും അവനിങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കണം. അവന്റെ സമയം എത്തിയാൽ ആ മരണം അവന് പിടികൂടും, അവനറിയില്ല. പക്ഷെ അവൻ ദുനിയാവിൽ ഇങ്ങനെ തട്ടഹസിച്ച് അവന് തോന്നിയ പോലെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം ഒന്നാമതായി കൊണ്ട് പറഞ്ഞ കാര്യം. വഗാഫിറുൻ വലൈസ ബിമഗ്ഫൂരിൻ അൻഹു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, അവൻ എല്ലാ രൂപത്തിലും അവൻ അശ്രദ്ധമായി കൊണ്ടാണ്, അവൻ മരണത്തെക്കുറിച്ച് അശ്രദ്ധമായി കൊണ്ടാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ മരണം എന്തല്ല, അവനെ പറ്റി അശ്രദ്ധനല്ല. അവനെ നിശ്ചയിക്കപ്പെട്ട സമയം എന്താണോ ആ സമയത്ത് അവന്റെ റൂഹിനെ പിടികൂടുക തന്നെ ചെയ്യും. മൂന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു വദാഹിക്കുൻ, അവനിങ്ങനെ പൊട്ടിച്ചിരിച്ചും അറുമാദിച്ചും ഇങ്ങനെ ആഹ്ലാദിച്ചുമൊക്കെ ദുനിയാവിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. എന്നാൽ അവൻ എന്തറിയുന്നില്ല, അവനെപ്പറ്റി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തനാണോ, അതല്ല പടച്ച റബ്ബ് അവന്റെ മേൽ കോപിഷ്ഠനാണോ എന്ന കാര്യത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ല. ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 3 കാര്യങ്ങൾ എന്നെ അങ്ങേയറ്റം അത്ഭുതപ്പെടുത്തുകയും അതിന്റെ പിന്നാലെ എന്നെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ അഅ്മശ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരു താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പലപ്പോഴും പല രൂപത്തിലുള്ള ജനാസകളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ജനാസ നമസ്കാരത്തിന് പങ്കെടുക്കും, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുടെ ബന്ധുവാണ് മരിച്ചത് എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല. കാരണം എന്താണ്? ഒരുമിച്ച് കൂടി എല്ലാവരും ഒരേപോലെ കരയും, ഒരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും അവരെന്ത് ചെയ്യും? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഓർത്ത് ധാരാളമായി കരയുന്നൊരു സ്വഭാവം അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് ആ കരയുന്നത് കാണുമ്പോൾ ഇതിലാരുടെ ബന്ധുവാണ്, ഇന്നവന്റെ ഭാര്യയാണോ, ഇന്നവന്റെ പിതാവാണോ, മക്കളാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും ഒരേപോലെ കരയും. നമുക്ക് എപ്പോഴെങ്കിലും ഈ രൂപത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മളൊക്കെ അത്രയും അടുപ്പമുള്ള ആളുകൾ മരിച്ചെങ്കിൽ മാത്രം നമുക്ക് കരയാൻ സാധിക്കും. അടുപ്പമില്ലാത്ത ഒരാൾ മരിച്ചാലോ, സാധാരണ ഒരാൾ മരിച്ചു, എവിടെ പോകുന്നു? ഞാൻ മരിച്ചോർത്ത് പോകുന്നു, ആ ജനാസ കാണുന്നു, മയ്യത്ത് കാണുന്നു. സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഖബർസ്ഥാനിലേക്ക് പോകും, ഖബറടക്കും, മടങ്ങി വീട്ടിലേക്ക് പോകും, പിന്നെ വീണ്ടും പഴയപടി. പക്ഷെ മുൻഗാമികളുടെ അവസ്ഥ നോക്കൂ. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഒരേപോലെ കരയുന്ന ഒരവസ്ഥ അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരു മരണമാസന്നമായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് ഒരാൾ പോയി. ഒരാൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കാണാൻ മറ്റൊരാൾ അവിടേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ശരീരത്തെ, അതല്ലെങ്കിൽ ആ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, മരണത്തിനോട് അടുത്ത് നിൽക്കുന്ന ആ വ്യക്തിയുടെ അരികിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി. എത്രത്തോളം എന്ന് ചോദിച്ച, സ്വന്തം കുടുംബം അദ്ദേഹത്തിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന് തളികകൾ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ ഭക്ഷണം എനിക്ക് തൽക്കാലം ഇപ്പോൾ എനിക്ക് ആവശ്യമില്ല, ഞാൻ വലിയൊരു മൽപ്പിടുത്തം കണ്ടിട്ടാണ് ഞാനിപ്പോൾ മടങ്ങി വന്നിട്ടുള്ളത്. അഥവാ ആ മരണം പിടികൂടുന്ന രംഗം കണ്ട് അത് വല്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിന് സ്വാധീനമുണ്ടാക്കിയെന്ന് ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അവിടുന്ന് പറഞ്ഞു തരാണ്. അത്രയേറെ മറ്റുള്ള ഒരാൾ മരണവേദന ആസ്വദിച്ചത് കാണുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കി എന്നതാണ് ഇതുപോലുള്ള മുൻഗാമികളുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ വഹബ് ബിൻ മുനബ്ബിഹ്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലിംനി ഷൈഅൻ യൻഫഉനി അല്ലാഹു ബി, എനിക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യം, എൻ്റെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ വഹബ് ബിൻ മുനബ്ബിഹ് പറഞ്ഞു, അക്സിർ മിൻ ദിക്രിൽ മൗത്ത്, നീ ധാരാളമായി മരണത്തെ ഓർത്തുകൊള്ളട്ടെ. വഖ്സുർ അമലക്, നിന്റെ മോഹങ്ങൾ നീ അല്പം ഒന്ന് കുറച്ചു വെക്കട്ടെ. മരണത്തെ ധാരാളമായി ഓർക്കുകയും
നിന്റെ വ്യാമോഹങ്ങൾ നീ ഒന്ന് ചുരുക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നതായിരുന്നു. ദുനിയാവിനോടുള്ള നിന്റെ ആഗ്രഹങ്ങൾക്ക് ചുരുക്കുകയും ചെയ്തു കൊള്ളട്ടെ എന്നതാണ് ഇതുപോലുള്ള മുൻഗാമികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത്. നമ്മളാണെങ്കിലോ എന്തെങ്കിലും ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം പറഞ്ഞാൽ നീ ഇന്ന കച്ചവടം ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയും, ഇന്ന കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പല രൂപത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകും, ഇതുപോലെ ആയിരിക്കാം പറയുക. ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്നെ ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നീ മരണത്തെ ധാരാളമായി ഓർക്കുമെന്ന് പറയാറുണ്ടോ? ഇല്ല. അധികം ആളുകൾക്കും ഇത്തരത്തിലുള്ള നസീഹത്തുകൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറില്ല. അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞു, ലൗ അന്നൽ ബഹാഇമ തഅഖിലു മിനൽ മൗതി മാ തഅഖിലൂൻ മാ അകൽതു മിൻഹാ സമീന. മുൻഗാമികളായിട്ടുള്ള ആളുകൾ പറഞ്ഞ കാര്യം എന്താണ്? മൃഗങ്ങൾ, ഇവിടെയുള്ള ലൗ അന്നൽ ബഹാഇമ തഅഖിലു മിനൽ മൗത്, മരണത്തെ സംബന്ധിച്ചെങ്ങാനും മൃഗങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ തഅഖിലൂൻ, നിങ്ങൾ അറിയുന്നത് പോലെ ആ മൃഗങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ അകൽതും മിൻഹാ സമീന, ഒരൊറ്റ തടിച്ച മൃഗത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതായത് അവരാ മരണത്തെ ഓർത്തുകൊണ്ട് മനുഷ്യരായ നമ്മളെങ്ങാനും ഈ മരണ വാർത്ത അതല്ലെങ്കിൽ മരണത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് പോലൊരു മൃഗമെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും തടിച്ചൊരു മൃഗത്തെയും കാണാൻ കഴിയില്ലായിരുന്നു. ആ മൃഗങ്ങളിൽ പോലും മാറ്റം ഉണ്ടാകുമായിരുന്നു. പക്ഷെ നോക്കൂ, സുബ്ഹാനല്ലാഹ്, മനുഷ്യരുടെ അവസ്ഥ എങ്ങനെയാണ്? നമ്മൾ മരണത്തെപ്പറ്റി എത്ര തന്നെ കേട്ടാലും ശരി, അല്പം മാത്രം ചിന്തിക്കും. പിന്നെ ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന്. ആ ഒരു അവസ്ഥയാണ് അധികം ആളുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മരണചിന്ത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഖബർ സിയാറത്ത് നടത്തുക എന്നത്. ഒരുപക്ഷെ നമ്മളൊന്നും വെറുതെ ഖബർ സിയാറത്ത് നടത്തുന്ന ആളുകളായിരിക്കില്ല. എപ്പോഴെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരെങ്കിലൊക്കെ മരിച്ചാൽ മാത്രം ഖബർസ്ഥാനുകളിലേക്ക് കടക്കുന്നവരാകാം. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ ഖബർസ്ഥാനുകൾ ഇടയ്ക്കിടെ സിയാറത്ത് നടത്തുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൊരു സുന്നത്താണ്. നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖബർ സിയാറത്ത് അവിടെ നിന്ന് വിരോധിച്ചിട്ടുണ്ട്. ഫസൂറുഹ. പിന്നീട് അതിനുശേഷം പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ പോയി അവിടെ ഖബർ സിയാറത്തുകൾ നടത്തിക്കൊള്ളട്ടെ. ഫഇന്നഹ തുദക്കിറുക്കുമുൽ മൗത്ത്. കാരണം അത് നിങ്ങൾക്ക് എന്താണ്? ആ സിയാറത്ത് നിങ്ങൾക്ക് മരണചിന്ത വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായി തീരും. എന്തുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് വിരോധിച്ചു? നമുക്കറിയാം, അവരുടെ ഈമാൻ അടിയുറക്കാത്തൊരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഈ രൂപത്തിൽ പറഞ്ഞത്. ആദ്യ കാലഘട്ടങ്ങളിൽ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുകയും കൃത്യമായി തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കിയപ്പോൾ ഫസൂറുഹ, അതിനെ നിങ്ങൾ പോയി സന്ദർശിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇന്നും നമുക്കറിയാം, ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ട് പോലും, അത് പഠിച്ചിട്ട് പോലും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്ന കാരണത്തിൽ എത്രയോ ആളുകൾ പല ഖബർസ്ഥാനുകളുടെ അരികിലേക്ക് പോകും. ആ ഖബർസ്ഥാനുകൾ നാളെ ഞാനും മരിക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത കടന്നു വരാതെ, അള്ളാഹുവിനെ മാത്രം സ്തുതിക്കാതെ അവിടെ പോയി ആ ഖബറിന്റെ മുന്നിൽ പോയി പോലും സുജൂദുകൾ ചെയ്യുന്ന ഒരു മോശമായ, അതല്ലെങ്കിൽ ഭയാനകരമായ, അള്ളാഹുവിന് ഏറ്റവും കോപമുണ്ടാക്കുന്ന കാര്യം, അത്തരം കാഴ്ചകൾ നമ്മൾ ഈ ദുനിയാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കാണുകയും ഇതൊരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് പറ്റുന്ന ഒരു സമയത്ത്, മാസത്തിലോ ആഴ്ചയിലോ അതല്ലെങ്കിൽ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ രൂപത്തിൽ മരണചിന്ത ഉണ്ടാക്കിയെടുക്കാൻ ഖബർസ്ഥാനുകളിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് അത്തരം ചിന്ത വരുമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് വേണം? ഇതുപോലുള്ള സുന്നത്തുകൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ മുഅ്മിനായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും. ചില കാരണങ്ങളാൽ മനക്തറ ദിക്റൽ മൗതി ഖഫാഹുൽ യസീർ. ആരെങ്കിലും മരണചിന്ത ധാരാളമായി വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അവൻ എന്താണ്? ഖഫാഹുൽ യസീർ. കുറഞ്ഞ സൗകര്യങ്ങൾ അവൻ എന്തായിരിക്കും? അത് വിശാലമായിരിക്കും. വമൻ അലിമ അന്ന മൻതിഖഹു മിൻ അമലിഹി. ഒരാൾ മനസ്സിലാക്കണം, അവന്റെ ഓരോ സംസാരങ്ങളും അവന്റെ ഓരോ വാക്കുകളും അതെല്ലാം അമലുകളായി പരിഗണിക്കപ്പെടുമെങ്കിൽ, അത് അമലുകളിൽ പെട്ടതാണ് എന്നൊരുവൻ മനസ്സിലാക്കുന്നത് എങ്കിൽ ഖല്ല കലാമുഹു, അവന്റെ സംസാരങ്ങൾ പോലും അവൻ കുറക്കുമായിരുന്നു. നമ്മുടെ സംസാരങ്ങളിൽ ചിലപ്പോൾ എന്താകും? അത് നമുക്കെതിരെയും നമുക്ക് അനുകൂലമായും പ്രതികൂലമായും നമ്മുടെ സംസാരങ്ങൾ വരും. ചില സംസാരങ്ങൾ എന്താണ്? ഒരാൾക്ക് നല്ലൊരു നസീഹത്ത് നൽകിയാൽ, അള്ളാഹുവിനെ പറ്റി ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുത്താൽ ആ സംസാരം എന്താണ്? അതവന് ഗുണകരമായി തീരും. എന്നാൽ വേറൊരുവൻ മറ്റുള്ള ആളുകളുടെ കുറവുകളും ഏഷണിയും പരദൂഷണവുമായി മറ്റുള്ളവന്റെ ന്യൂനതകൾക്ക് പിന്നാലെ പോയാലോ? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഗീബത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവന്റെ സംസാരങ്ങൾ അങ്ങനെ ധാരാളമായി വർദ്ധിപ്പിച്ചാലോ സ്വാഭാവികമായ സംസാരം ഒരു ഗുണത്തിൽ പെടുകയുമില്ല, അതവന്റെ പരലോകത്തെ നഷ്ടപ്പെടുത്താൻ കാരണമായി തീരും. അതുകൊണ്ട് ഈ സംസാരം പോലും ഒരു അമലാണ് എന്നൊരുവൻ തിരിച്ചറിയുകയാണ് എങ്കിൽ സംസാരങ്ങൾ പോലും അവൻ നല്ല പോലെ കുറക്കുമായിരുന്നു എന്ന് മുൻഗാമികളായിട്ടുള്ള ആളുകൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം?
ഈ ദുനിയാവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സമയം ആത്മാർത്ഥമായി നമ്മൾ ചെലവഴിക്കണം. നമ്മൾ ധാരാളമായി ഇബാദത്തുകളിൽ ധാരാളമായി മുഴുകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പായ ഒരു കാര്യം അഥവാ മരണം അത് നിങ്ങളിലേക്ക് വന്നെത്തുന്നത് വരെ നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടേയിരിക്കുക എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. ഹസൻ അൽ ബസരി പറഞ്ഞു, റഹിമഹുല്ലാഹ് പറഞ്ഞു, സത്യവിശ്വാസിയുടെ പ്രവർത്തനത്തിന് മരണമല്ലാതെ ഒരു അവധിയും അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. വിശ്വാസികളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനം എപ്പോഴാണ് നിന്നു പോവുക? അവൻ മരണപ്പെടണം. അതുവരെ അവൻ ധാരാളമായി സൽക്കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവൻ വെറുതെ ഇരിക്കുമ്പോൾ തസ്ബീഹുകൾ ചൊല്ലും, അവ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെ, ഇത് വിശ്വാസിയുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ മരണചിന്തയില്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ അവനിങ്ങനെ മൂളിപ്പാട്ട് പാടിയും ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും മോശമായ ചിന്തകളുമായി കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. യഥാർത്ഥ മുഅ്മിനാണെങ്കിലോ ഈ പറയപ്പെട്ട ആയത്തിന്റെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന ആയത്ത് അത് നല്ലപോലെ മനസ്സിലാക്കിയവനാണെങ്കിലോ അവനവന്റെ യാത്രകളിൽ റബ്ബിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. കുടുംബമായി ഒന്നിച്ചിരിക്കുമ്പോൾ അവർ റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കും. ഇതായിരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു മുഅ്മിനിന്റെ സ്വഭാവമെന്ന് മഹാനായ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ കൂടിയിരിപ്പ് എന്താണ്? യഥാർത്ഥത്തിൽ അല്ലാഹു തആലയെ എപ്പോഴും ഇങ്ങനെ ഓർക്കാൻ, മരണചിന്തകൾ നമുക്ക് അധികരിപ്പിക്കാൻ, അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട പോലെ ധാരാളമായി മരണത്തെ ഓർക്കുവാനും സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യവും അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.